നമസ്കാരം. ഇന്ന് രാജ്യം ഭരണഘടനാ ശില്പിയായ BR അംബേദ്കറുടെ ജന്മദിനം ആഘോഷിക്കുന്ന വേളയിൽ BJP അവരുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ്. ദരിദ്രർ, യുവാക്കൾ, സ്ത്രീകൾ, കർഷകർ എന്നിവർക്ക് മുൻഗണന നൽകിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രിക തന്നെയാണ് നരേന്ദ്രമോദി പുറത്തിറക്കിയിരിക്കുന്നത്. എന്തായാലും ഈ പ്രകടന പത്രികയെ ചുറ്റിപ്പറ്റിയുള്ള ചർച്ചകൾ തന്നെയാണ് ഇപ്പോൾ ദേശീയ തലത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മൾ മുൻപുള്ള BJPയുടെ പ്രകടന പത്രികകൾ കൂടി ഒരു താരതമ്യം ചെയ്യേണ്ടതുണ്ട്. 2014 അവർ മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിൽ ഏതൊക്കെ അവർ നടപ്പിലാക്കി, 2019 അവർ അധികാരം നേടുന്നതിന് വേണ്ടി മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ എന്തൊക്കെയായിരുന്നു, അതിൽ ഏതൊക്കെ നടപ്പിലാക്കി തുടങ്ങിയ കാര്യങ്ങൾ കൂടി വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും 2014 തന്നെ ആദ്യം പോകാം. 2014 BJP കൊണ്ടുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അയോധ്യയിൽ രാമക്ഷേത്രം പടുത്തുയർത്തും എന്നതായിരുന്നു. രണ്ടാമതായി ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കുമെന്നുള്ള ഒരു വാഗ്ദാനം 2014 അവരുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നു. മറ്റൊന്ന് കശ്മീരി പണ്ഡിറ്റുകളുടെ പുനരധിവാസമായിരുന്നു. അടുത്തത് കള്ളപ്പണത്തിനെതിരായുള്ള പോരാട്ടമായിരുന്നു. അടുത്തത് പെൺകുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കുക. മറ്റൊന്ന് ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക. അടുത്തതായി ഗ്രാമങ്ങളിലുള്ള സ്ത്രീകൾക്ക് പോലും LPG കണക്ഷൻ എത്തിച്ചു കൊടുക്കുക തുടങ്ങിയവയായിരുന്നു. ഇതിൽ ഏതൊക്കെയാണ് BJP നടപ്പിലാക്കിയത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. പെൺകുട്ടികൾക്ക് വേണ്ടി അവരുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്നുള്ള പദ്ധതി ആരംഭിച്ചത്. അത് അവർ അധികാരത്തിലെത്തി 2014. പക്ഷേ ഈ പദ്ധതി 2015 തന്നെ ആരംഭിക്കാൻ കഴിഞ്ഞിരുന്നു. കള്ളപ്പണ പ്രശ്നങ്ങൾ നേരിടുന്നതിന് വേണ്ടി പ്രത്യേകമായ ടാസ്ക് ഫോഴ്സ് ടീമുകളെ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചു. അടുത്തതായി ഓൺലൈൻ ഡിജിറ്റൽ പണമിടപാടുകൾ നടത്താൻ രാജ്യത്തുള്ള മുഴുവൻ പൗരന്മാരെയും അവരുടെ വിദ്യാഭ്യാസത്തിനൊക്കെ ഉപരിയായി എല്ലാവരെയും തന്നെ പ്രാപ്തരാക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു കഴിഞ്ഞു. ഉജ്ജ്വല പദ്ധതിക്ക് കീഴിൽ ഏകദേശം 7 കോടി കുടുംബങ്ങൾക്ക് സൗജന്യ LPG ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കാനും BJP സർക്കാരിന് സാധിച്ചു. എന്തായാലും 2019 എത്തുമ്പോൾ കുറച്ചുകൂടി ഗൗരവമുള്ള വിഷയങ്ങളായിരുന്നു BJPയുടെ പ്രകടന പത്രികയിൽ ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്ത്രീകൾക്ക് 33% സംവരണം നടപ്പിലാക്കുമെന്നതായിരുന്നു. അടുത്തതായി ജമ്മു കാശ്മീരിന്റെ പ്രത്യേക പദവി നൽകുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കുമെന്നതായിരുന്നു. മറ്റൊന്ന് മുത്തലാഖ്, നിക്കാഹ്, ഹലാല തുടങ്ങിയ ആചാരങ്ങൾ നിരോധിക്കുമെന്നതായിരുന്നു. ഏറ്റവും ഒടുവിലെ ദേശീയ പൗരത്വ രജിസ്ട്രേഷൻ നടപ്പിലാക്കും. തീവ്രവാദത്തിനെതിരെ സീറോ ടോളറൻസ് എന്ന നയം സ്വീകരിക്കും. അതിലേതൊക്കെ BJP നടപ്പിലാക്കി എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മുത്തലാഖ് നിരോധനം തന്നെയാണ്. അത് വിജയകരമായി രാജ്യത്ത് നടപ്പിലാക്കി. ന്യൂനപക്ഷത്തു നിന്നുള്ള സ്ത്രീകളുടെ പോലും വലിയ പിന്തുണ ഇതോടുകൂടി BJPക്ക് ഉറപ്പിക്കാനും സാധിച്ചു. ജമ്മു കാശ്മീരിന്റെ സുപ്രധാനമായ സ്വയംഭരണ അവകാശം നൽകുന്ന ആർട്ടിക്കിൾ 370 വലിയ എതിർപ്പുകൾക്കിടയിലും പിൻവലിക്കാൻ BJPക്ക് സാധിച്ചു. ലോക്സഭയിലും സംസ്ഥാന അസംബ്ലികളിലുമെല്ലാം സ്ത്രീകൾക്ക് 33% സംവരണം ഉറപ്പാക്കാനുള്ള ബില്ലിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചു. അതിന് അംഗീകാരം നൽകി. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ ഇതിന്റെ നിയമനിർമ്മാണവും പാസാക്കിയിരുന്നു. 2014 അവർ വാഗ്ദാനം ചെയ്ത അയോധ്യയിലെ രാമക്ഷേത്രം 2019 ശേഷം നടപ്പിലാക്കാൻ അവർക്ക് സാധിച്ചു. അത് മാത്രമല്ല അവിടെ പ്രാണപ്രതിഷ്ഠ നടത്തിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ടായിരുന്നു. എന്തായാലും BJP മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങളിൽ ചിലത് മാത്രമേ പൂർത്തീകരിക്കാതെ പോയിട്ടുള്ളൂ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ജനസംഖ്യാ നിയന്ത്രണ ബില്ലാണ്. മറ്റൊന്ന് ന്യൂനപക്ഷ ബില്ലാണ്. അടുത്തതായി ദേവസ്വത്തെ സംബന്ധിച്ചുള്ളതാണ്. ക്ഷേത്രങ്ങളുടെ അധികാരം അത് ദേവസ്വം ബോർഡിൽ നിന്ന് മാറ്റി അവർക്ക് സ്വയംഭരണ അവകാശം നൽകുന്ന ഒരു ബില്ല് ഇനി പാസ്സാക്കേണ്ടതുണ്ട്. വഖഫ് ബോർഡിന് സമാനമായ രീതിയിൽ ക്ഷേത്രങ്ങൾ ഭരിക്കപ്പെടുക എന്നുള്ള ഒരു ലക്ഷ്യം BJPക്ക് ഇനി ബാക്കിയാണ്. അടുത്തതായി പാക് അധീന കശ്മീർ തിരികെ പിടിക്കുക എന്നുള്ളതാണ്. എന്തായാലും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിൽ ഏകീകൃത സിവിൽ കോഡ് മാത്രമേ ഇനി BJPക്ക് നടപ്പിലാക്കാനായുള്ളൂ. എന്തായാലും ബാക്കിയുള്ള വിഷയങ്ങളൊന്നും തന്നെ അത്ര വലിയ നൂലാമാലകളുള്ള വിഷയങ്ങളല്ല. അതിന്റെയൊക്കെ നിയമവശങ്ങൾ മാത്രമേ ഇനി നടപ്പിലാകേണ്ടതായിട്ടുള്ളൂ. ഇതിൽ നിന്നും ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം. 2014 2019 BJP എന്ത് പറഞ്ഞാണോ അധികാരത്തിൽ വന്നത് അതിൽ 90% അവർക്ക് നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2024 അവർ പറഞ്ഞ എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും നടപ്പിലാകും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.